സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോരിൽ സമവായം നീണ്ടതോടെ വിപുലമായ ചർച്ചയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കെപിസിസി മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. നാളെയോ മറ്റന്നാളോ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. എന്നാൽ തീരുമാനം നീളുന്നതിൽ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തിയാണ്. സംസ്ഥാന കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് നെരിപ്പോട് പോലെ നീറുന്ന സാഹചര്യം പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയുമായി രാഹുൽ ഗാന്ധി ചർച്ച ചെയ്തു. ഇതോടെയാണ് ഒരിക്കൽ കൂടി വിശാല ചർച്ചയാകാമെന്ന തീരുമാനമുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. കെപിസിസി മുൻ പ്രസിഡന്റുമാരായ കെ മുരളീധരൻ, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം ഹസൻ എന്നിവരുമായി നാളെ ഹൈക്കമാൻഡ് ചർച്ച നടത്തും. കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കില്ലല്ലോ. ഏതായാലും നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായിട്ട് വിശദീകരണം നൽകും. എത്രയും പെട്ടെന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാകട്ടെ. നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ് എന്നിവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കന്മാരോട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചേരിതിരിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം, എല്ലാം ശാന്തമായി മുന്നോട്ട് പോകണം. ഏറ്റവും വേഗത്തിൽ അവരവിടുന്ന് ഒരു തീരുമാനം പ്രഖ്യാപിക്കും. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിക്ക് പോകുന്നില്ല. പകരം നിലപാട് AICC നേതൃത്വത്തെ അറിയിക്കും. ഇപ്പോഴുള്ള തർക്കം വിജയത്തിന്റെ ശോഭ കെടുത്തി എന്നാണ് മുല്ലപ്പള്ളിയുടെ നിലപാട്. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെടുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ വൈകിട്ടാണ് ഡൽഹിയിൽ തിരിച്ചെത്തുന്നത്. ഖാർഗെ രാഹുലിനെയും പ്രിയങ്കയെയും വീണ്ടും കാണും. അതിനുശേഷമാകും പ്രഖ്യാപനമുണ്ടാകുക. പോരിൽ പങ്കാളിയായ രമേശ് ചെന്നിത്തല അടക്കം അന്തിമ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. തീരുമാനം നീളുന്നതിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. 4 ആൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. MLA-മാർക്ക് വിജയാഹ്ലാദം നടത്താൻ പറ്റുന്നില്ല. വോട്ടർമാരോട് മറുപടി പറയാൻ പറ്റുന്നില്ലെന്നും അബ്ദുൽ ഹമീദ് പറഞ്ഞു. നല്ലൊരു വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി നേടിയത്. അതിന് നിറം കെടുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വേവരാതി ബേജാറ്, അതാണ് അവരിൽ നിന്ന് പ്രകടമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയണം ഇത്തരം കാര്യങ്ങളൊക്കെ. കല്യാണത്തിന് പോയാലും പൊതുയിടങ്ങളിലും ചായക്കടയിലും ഒക്കെ ചർച്ചയാണ്. ജയിച്ച് നമ്മുടെ നിയമസഭാ സാമാജികന്മാരായ സാമാജികന്മാർക്ക് വരെ ആഹ്ലാദ പ്രകടനത്തിൽ ഇങ്ങനെ മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് താല്പര്യക്കുറവ്. അത് ഇനിയിപ്പോൾ വേണ്ട, ഇതൊക്കെ പൂർത്തിയായിട്ട് വന്നാൽ മതി, പ്രസിഡന്റിനൊക്കെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ഇടങ്ങൾ വരെയുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നമ്മുടെ ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരമാണ് നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. കൂടിയാലോചനകൾ പൂർത്തിയായാൽ നാളെയോ മറ്റന്നാളോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.